ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇത് 2 ടയർ കേക്കാണ്, ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൽ കസ്റ്റമൈസ്ഡ് തീം കേക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ തലേദിവസത്തെ വീഡിയോയിൽ ഇത് ക്രം കോട്ടിങ്ങും ഫൈനൽ കോട്ടിങ്ങിനെ പറ്റിയിട്ട് എല്ലാം സ്പഞ്ച് ഉണ്ടാക്കുന്നതും എല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു 6 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം വേണം കേട്ടോ കേക്ക് പുറത്തേക്ക് എടുത്തിട്ട് അതൊന്ന് സ്റ്റാക്ക് ചെയ്യണമെങ്കിൽ. അപ്പോൾ അതിന് മുന്നേ ചെറിയൊരു ഡിസൈൻ വർക്ക് ഉണ്ട്. അപ്പോൾ പൈപ്പിംഗ് ബാഗിൽ കുറച്ച് ക്രീമാക്കിയിട്ട് അതിൻ്റെ അറ്റം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒരു ഡിസൈൻ വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഡിസൈൻ തന്നെയാണ് കേട്ടോ അവർ നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. കണ്ടോ, ഇതായിരുന്നു ഒരു മോഡൽ. അപ്പോൾ ഇതിൽ രണ്ടും വൈറ്റ് കളറിലാണ്. നമുക്ക് പക്ഷേ മുകളിലത്തെ ടയർ ഒരു ചോക്ലേറ്റ് വെച്ചിട്ട് കവർ ചെയ്യണം. അപ്പോൾ ഞാൻ തലേദിവസം ഉണ്ടാക്കിയിട്ടുള്ള ഗണേഷ് നന്നായിട്ട് തന്നെ സെറ്റ് ആവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചിരുന്നാൽ മതി. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഐസിങ് ചെയ്യാനൊക്കെ പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെറിയ ടയർ കവർ ചെയ്യുന്നത് കേട്ടോ. അതായത് മുകളിലത്തെ ലെയറിലുള്ള 1/2 കിലോ കേക്ക് ചെയ്യുന്നത് ഇത് വെച്ചിട്ടാണ്. അപ്പോൾ അത് ഫൈനൽ കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അതിൻ്റെ ചുറ്റിനുമായിട്ട് നമുക്ക് ഈ ചോക്ലേറ്റ് ഗണാഷ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടി നല്ലൊരു ഡാർക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ബ്ലാക്ക് കളറ് 2 ഡ്രോപ്പ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഈ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബ്ലാക്ക്, അതുപോലെ ഗോൾഡൻ കളറ്, പിന്നെ വൈറ്റ്, അങ്ങനെ 3 കളർ കോമ്പിനേഷനിലാണ് കേട്ടോ കേക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ചോക്ലേറ്റ് കുറച്ചൊന്ന് ഡാർക്ക് കളർ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബ്ലാക്ക് കളർ ആഡ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് തന്നെ പാലറ്റ് നൈഫ് വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കേക്ക് നന്നായിട്ട് സെറ്റായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമ്മൾ ചോക്ലേറ്റ് വെച്ചിട്ട് കവർ ചെയ്യുന്ന സമയത്ത് പാലറ്റ് നൈഫിൽ മൊത്തത്തിൽ ആ ക്രീം അങ്ങനെ ഒട്ടിപ്പിടിച്ച് പോരും കേട്ടോ. അപ്പോൾ സൈഡൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ആക്കിയതിന് ശേഷം ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വടിച്ചെടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലും കുറച്ച് ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ഫിനിഷ് ആയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ മുകളിൽ ഞാൻ ആ ഗണേഷ അങ്ങനെ തന്നെ ഒന്ന് ലൂസാക്കിയതിന് ശേഷം ഒഴിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മുടെ ബ്രഷ് കൊണ്ട് ചെറിയൊരു ഡിസൈൻ കൊടുക്കാം. ഇത് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് കേട്ടോ. ഇത് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ക്രീമോ എന്താണോ അപ്ലൈ ചെയ്തിട്ടുള്ളത് ചെയ്തതിന് ഉടനെ തന്നെ ഈ ഡിസൈൻ ചെയ്യണം. അല്ലാതെ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടില്ല. അതുപോലെ മുകളിൽ ഞാൻ ആ സെയിം ഡിസൈൻ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ കേക്കിനെയും കൂടെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്നും കൂടെ സെറ്റാക്കി എടുക്കാം. ആ ഗണേഷൊക്കെ ഒന്നും കൂടെ ഒന്ന് സെറ്റായി വരണ വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ കേക്കിൽ ബാക്കിയുള്ള ഡെക്കറേഷൻസൊക്കെ വരുന്നത് ഫോണ്ടൻ്റ് വെച്ചിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് റോസ് ഫ്ലവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് തലേദിവസം തന്നെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ സെറ്റ് ആവാനായിട്ട് നല്ല എളുപ്പമാണ് കേട്ടോ. അപ്പോൾ മിനിമം ഒരു 8 മണിക്കൂർ മുമ്പെങ്കിലും ചെയ്ത് റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചാലാണ് നന്നായിട്ട് സെറ്റായി കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ തലേദിവസം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ 4 ഫ്ലവറാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇനി ഇതിലുള്ള ഡസ്റ്റുകളൊക്കെ നന്നായിട്ട് തട്ടിക്കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ ഗോൾഡൻ കളർ കൊടുക്കണം. അപ്പോൾ ഡസ്റ്റാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഡസ്റ്റ് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഇടുക. എന്നിട്ട് അത് ഒന്ന് ഡയലൂട്ട് ചെയ്യുന്നത് ഒരു 3-4 ഡ്രോപ്പ് ലൈം ജ്യൂസ് വെച്ചിട്ടാണ്. അല്ലെങ്കിൽ സാധാരണ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി എടുത്താലും നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കാൻ പറ്റും കേട്ടോ. നല്ല കറക്റ്റായിട്ട് തന്നെ വരും. അപ്പോൾ ഞാനിവിടെ ലൈം ജ്യൂസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരുവിധമൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് വെള്ള കളർ കാണുന്നത് ഒരു ഭംഗിയാണ് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഫുള്ളായിട്ട് തന്നെ കവർ ചെയ്തിട്ടില്ല. ഇപ്പോൾ 2 കേക്ക് നന്നായിട്ട് തണുത്ത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റാക്ക് ചെയ്യാം. അപ്പോൾ കറക്റ്റ് സെൻറ്ററിൽ തന്നെ വെച്ചിട്ട് സ്റ്റാക്ക് ചെയ്യണം. സ്റ്റാക്ക് ചെയ്യണ സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് ഉണ്ടെങ്കിലാണിത് ചെയ്യാറുള്ളത്. പക്ഷേ ഇപ്പോൾ പിന്നെ ചെയ്തിട്ട് ഞാനിത് ഒറ്റയ്ക്ക് ചെയ്തു തുടങ്ങി കേട്ടോ. അപ്പോൾ ഇത് അങ്ങനെ എടുത്തിട്ട് ഇതിലേക്ക് വെക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ ശ്രദ്ധിച്ച് വെക്കുക, പതുക്കെ വെക്കുക. അതിന് ശേഷം പാലറ്റ് നൈഫ് പതുക്കെ ഇങ്ങനെ അടിയിൽ കൂടെ ഒന്ന് റിലീസ് ചെയ്ത് ഊരിയെടുക്കുക കേട്ടോ.
അതിനുശേഷം അതിൻ്റെ സൈഡിലൊക്കെ എന്തെങ്കിലും ക്രീമൊക്കെ ഇളക്കി പോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് പാലറ്റ് നൈഫ് വെച്ചിട്ടൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഇറക്കി വെക്കാനായിട്ട് സ്ക്യൂവറോ അല്ലെങ്കിൽ സ്ട്രോയോ ഉപയോഗിക്കാം. ഞാനപ്പോൾ സ്ട്രോയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കേക്കിൻ്റെ ഹൈറ്റ് ഒന്ന് മെഷർ ചെയ്തതിന് ശേഷം അവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് ഇതിങ്ങനെ സെൻറ്ററിൽ കൂടെ ഇറക്കി കൊടുക്കുക. അപ്പോൾ ഒരെണ്ണം അല്ലെങ്കിൽ രണ്ടെണ്ണമൊക്കെ വെക്കാം കേട്ടോ. കുറച്ച് ട്രാവലിംഗ് ഉള്ളതാണെങ്കിൽ ഒരു 3 എണ്ണം ഒക്കെ മാക്സിമം വെക്കാം. എന്നെങ്കിലാണ് കേക്ക് വണ്ടിയിലൊക്കെ പോകുന്ന സമയത്ത് ഷെയ്ക്ക് ചെയ്താലും ആ മുകളിലത്തെ ടയർ ഇങ്ങനെ ഇളകി പോവാതിരിക്കുള്ളൂ. അപ്പം ഞാൻ ഒരു 3 സ്റ്റിക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടയർ കേക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കാര്യം ആരും മറന്നു പോകരുത് കേട്ടോ. ഇത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കേക്ക് അവിടെ എത്തുമ്പോഴേക്കും അതിൻ്റെ ടയറൊക്കെ ഒന്നല്ലെങ്കിൽ ഇങ്ങനെ നിരങ്ങിയിട്ട് മാറി വന്നിട്ടുണ്ടാവും, പൊസിഷനിൽ നിന്നൊക്കെ മാറും. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് കേക്ക് ഡെലിവറി ചെയ്യുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പൊക്കെ കേക്കിനെ പുറത്തേക്ക് എടുത്തതിന് ശേഷമാണ് കേട്ടോ ഈ ഫോണ്ടൻറ്റിൻ്റെ ഡെക്കറേഷൻസൊക്കെ വെച്ച് കൊടുക്കുക. അപ്പോൾ റോസ് ഫ്ലവർ 2 എണ്ണം സെൻറ്ററിൽ വെച്ചിട്ടുണ്ട്, അതുപോലെ ഓരോന്ന് വെച്ചിട്ട് സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ബോർഡർ കൊടുത്തിട്ടുള്ളത് ഫോണ്ടൻറ്റ് തന്നെയാണ്. അതൊന്ന് ഉരുട്ടിയെടുക്കുക. അതിനുശേഷം അതിലും ഗോൾഡൻ ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഫസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നു, അപ്പോൾ 1 എഴുതിയിട്ട് അതും ഫോണ്ടൻറ്റിൽ വെട്ടിയെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ബർത്ത്ഡേ വിഷസ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. അവർ പറഞ്ഞ കളർ കോംബോ ബ്ലാക്ക്, വൈറ്റ്, ഗോൾഡൻ അത് 3ഉം ഉൾപ്പെടുത്തിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഡെക്കറേഷൻസൊക്കെ വെക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ കേക്ക് ഡെലിവറി ചെയ്യുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പ് കേക്കിനൊന്ന് പുറത്തേക്ക് എടുത്തിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വെക്കുന്ന സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം പെട്ടെന്നാണ് ഇതൊക്കെ ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഈ ഫോണ്ടൻറ്റിൻ്റെ ഡെക്കറേഷൻസൊക്കെ നമ്മളിതിലേക്ക് വെച്ച് കൊടുക്കുന്നത് കേക്ക് ഡെലിവറി ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പാണ് കേട്ടോ. അപ്പോൾ ഇത് എനിക്കാണെങ്കിൽ ഇതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ അവർ മേടിക്കാനായിട്ട് വന്ന സമയത്താണ് ഞാൻ പെട്ടെന്ന് തന്നെ ഇതൊക്കെ ഒട്ടിച്ചു കൊടുത്തത്. അപ്പോൾ ഒരു ഹറിബറി ആയ കാരണം എനിക്കിത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇനി വരും വീഡിയോസിൽ ഞാൻ മാക്സിമം ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാം. ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ഫ്രണ്ട്സ്.